പിന്നെ ഒരു കാര്യമുണ്ട്, ഈ സിനിമ അങ്ങനെ ഒരു ഹൊറർ ഫിലിം, ഒരു സാധാരണ ഗതിയിലുള്ള ഒരു ഹൊറർ ഫിലിമായിട്ട് നിങ്ങൾ കാണരുത്. മീഡിയയോടുള്ള റിക്വസ്റ്റ് ആണ്. എല്ലാവരും ഈ ഹൊറർ ഫിലിം എന്ന് പറഞ്ഞ് ഇതിനെ ടേം ചെയ്യുന്നത് തന്നെ തെറ്റാണ്. അത് നിങ്ങളുടെ റിക്വസ്റ്റ് ആയിട്ട് പറയുന്നത് ഒരു ഹൊറർ ഫിലിം അല്ല. ഇതൊരു ടിപ്പിക്കൽ എന്താ പറയണ്ടേ, ഒരു കോൺജൂറിംഗ് പോലെയോ പഴയ ഈവിൽ ഡെഡ് പോലെയോ ഒക്കെ ഉള്ള ഒരു ഹൊറർ ഫിലിം അല്ല. ഇതൊരു ജംപ് സ്കാർസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് വരേണ്ട, അങ്ങനെ തിയേറ്ററിൽ വരേണ്ട ഒരു സിനിമയല്ല. ഇതൊരു എക്സ്പീരിയൻസ് ആണ്. ഇതൊരു പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ എന്ന് നമ്മൾ വീണ്ടും പറയുന്നതിന് ഒരു കാരണമുണ്ട്. അതൊരു പുതിയ ജോൺറർ ആണ്. ആ ജോൺറയിലുള്ള സിനിമകൾ നമ്മൾ അധികം കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഇതിനെ ഹൊറർ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യുന്നത്. അത് തെറ്റാണ്. അപ്പൊ നമ്മൾ അതിൽ ട്രെയിൻ ആവേണ്ടിയിരിക്കുന്നു. ഇങ്ങനത്തെ സിനിമകൾ കുറെ വേൾഡ് സിനിമയിൽ കുറെ സിനിമകൾ വന്നിട്ടുണ്ട്. മലയാളത്തിൽ ആദ്യമായിട്ട് വരുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ഒരു എന്താ പറയണ്ടേ, തെറ്റായിട്ട് അതിനെ ഹൊറർ എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ, ഇതൊരു പുതിയ ജോൺറയാണ്. ആ ജോൺറയിൽ ഒരു ആദ്യത്തെ സംരംഭമായിട്ടാണ് ഈ സിനിമ വടക്കൻ നിങ്ങൾ കാണുന്നത്. ഓക്കെ, താങ്ക് യു. വെറുതെ ഒരു ക്ലിക്ക് ബൈറ്റിന് വേണ്ടിയിട്ടുള്ള ചോദ്യം പോലെ ആയിപ്പോയി. ഞാൻ എമ്പുരാനിലൊന്നുമില്ല. അയ്യോ ഇല്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വഴിയാണ്. ഇപ്പൊ തൽക്കാലം ഞാൻ ഒന്നിലും ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ ഇല്ല, അതൊന്നും നടക്കുന്നതാണ്. ഇപ്പൊ അടുത്തത് സത്യത്തില് ഊർവശി ചേച്ചി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അത് ഒരു കോമഡി ഡ്രാമയാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇതുവരെ മറ്റേ ഈ നന്മമരം കളിച്ചു, പിന്നീട് വില്ലൻ കളിച്ചു. ഇപ്പൊ നെക്സ്റ്റ് ഒരു ഫുൾ ഔട്ട് ആൻഡ് ഔട്ട് കോമഡി ഡ്രാമയാണ്. അത് ഊർവശി ചേച്ചി പ്രൊഡ്യൂസ് ചെയ്യുന്ന പടമാണ്. ചേച്ചിയും ഞാനുമാണ് ത്രൂ ഔട്ട് അതിനകത്ത് ലീഡ് റോൾ ചെയ്തിരിക്കുന്നത്. അത് മറ്റൊരു അവസരത്തിൽ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഞങ്ങളുടെ പ്രൊമോഷൻ ഇന്റർവ്യൂവിൽ ആ ആങ്കർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കാണ് ഞാൻ ഉത്തരം കൊടുത്തിട്ടുള്ളത്. ഒരു സിനിമയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ എൻ്റെ സ്വന്തം ഇൻഡസ്ട്രിയിൽ ഇറങ്ങുന്ന ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്കുകളെ പറ്റിയിട്ടോ മോശമായിട്ട് ഞാൻ അഭിപ്രായം പെടുത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞത് ഒരു കാര്യവും വന്നത് വേറൊരു കാര്യമായിട്ടാണ്. അതിൽ വളരെ ദുഃഖമുണ്ട്. ദയവ് ചെയ്ത് ഉപദ്രവിക്കാൻ പറ്റും. നല്ല സിനിമകളൊക്കെ വന്ന് ജീവിതം ഒന്ന് സന്തോഷമായി വരുമ്പോൾ ഞങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ട നിങ്ങൾ തന്നെ ഞങ്ങൾ താഴെ ഇടാൻ നോക്കരുത്. ഒന്നുകൂടെ ആ ക്വസ്റ്റ്യൻ ഒന്ന് പറയൂ. ലൈക്ക് വാട്ട് യു റിയലി വാണ്ടഡ് ടു നോ. ഇല്ല, നമുക്ക് എല്ലാവർക്കും നമ്മളുടേതായിട്ട് ഉള്ളിൽ ഒരുപാട് ഇൻഹിബിഷൻസും പേടികളും കാര്യങ്ങളും ഉണ്ടാവില്ല. അപ്പൊ അതേപോലെ എനിക്ക് പേഴ്സണലി പേടിയുണ്ട്. പക്ഷെ ആ സിനിമ ഞാൻ കാണില്ല എന്നതുകൊണ്ട് ഞാൻ പേടിയെന്നല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ. പക്ഷെ മനസ്സിനെ ഒന്ന് പ്രാപ്തിപ്പെടുത്തിയിട്ട് ആ സിനിമ എനിക്ക് കാണണം, അത് എൻജോയ് ചെയ്യണം, ആ ക്രാഫ്റ്റ് എന്താണെന്ന് എനിക്ക് അറിയണം. അതേപോലെ ഈ സിനിമ ചെയ്യുമ്പോൾ പാരനോർമൽ ആക്ടിവിറ്റീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങൾ ഒക്കെ കാണുന്നതും ഓക്കെ. അപ്പം സ്വന്തമായിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പം പേടിയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. കാരണം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെയാണ് ഫുൾ ടൈം ഷൂട്ട് ചെയ്തതും കാര്യങ്ങളും. അപ്പൊ ആരും അങ്ങനെ ഒറ്റയ്ക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള അവസരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇറ്റ് വാസ് എ ഫൺ ഷൂട്ട്. പാരനോർമൽ ഇൻവെസ്റ്റിഗേഷൻ ആണ് ഞങ്ങൾ ചെയ്തതെങ്കിൽ ഞങ്ങൾക്ക് അതൊരു അടിപൊളി ഷൂട്ടായിരുന്നു. തലവൻ, കിഷ്കിന്ധാകാണ്ട പോലുള്ള സിനിമകളുടെ എഡിറ്ററാണല്ലോ. അപ്പോ ഈ ഒരു സിനിമയ്ക്ക് ടോർച്ചിൽ ക്യാമറ, ഗോപ്രോ ആയിട്ട് ക്യാമറ, വേറെ അവിടെ ഇവിടെ കൂടെ 10-16 ക്യാമറ ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇത്രയും വലിയൊരു സംഭവത്തെ എഡിറ്റിംഗ് ഉണ്ടായിരുന്ന ഒരു ടാസ്ക് എന്തായിരുന്നു? ഞാൻ ആക്ച്വലി ഈ സിനിമയിൽ കണക്ട് ആവുന്നത് ശ്രീധരചേട്ടൻ വഴിയാണ്. ശ്രീധരചേട്ടനാണ് സജീവിനെ പരിചയപ്പെടുത്തിയത്. അങ്ങനെ സജീവ് വന്ന് കഥ പറഞ്ഞു. അപ്പൊ കഥ കേട്ടപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ
ഷൂട്ട് തുടങ്ങി കണ്ടന്റ് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സ്റ്റേബിൾ ചേട്ടൻ എന്തിനാണ് എന്നെ കണക്ട് ചെയ്തത് എന്നുള്ളത്. അതായത് ഞങ്ങൾ കഴിഞ്ഞൊരു 5-6 വർഷം വനിതാ ഫിലിം അവാർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വനിതാ ഫിലിം അവാർഡ് ഏകദേശം ഇതുപോലെയാണ്, ഏകദേശം ഒരു 10-15 ക്യാമറ ഉണ്ടാവും അച്ചേട്ടായിരുന്നു. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു സ്റ്റേബിൾ ചേട്ടൻ പരിചയപ്പെട്ടത്. എന്തായാലും എന്റെ രണ്ടാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് സജീദ് എഡിറ്ററാണ്. സജീദ് MTVയിലെല്ലാം എഡിറ്ററായിരുന്നു. അപ്പൊ ഒരു എഡിറ്ററുടെ കൂടെ എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, അതായത് ഒരു എഡിറ്ററുടെ കൂടെ എഡിറ്റ് ചെയ്യാനാണ് ഏറ്റവും സുഖം. കാരണം നമ്മൾ എന്താ ചെയ്യാൻ പോണെന്നുള്ള കൃത്യമായിട്ട് അറിയാം. ആദ്യമേ തന്നെ പ്ലാനുകളുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ച് വളരെ ഈസി ആയിരുന്നു. എന്നാൽ ഞങ്ങൾ കുറച്ചധികം കാലം എന്താ പറയുക വർക്ക് ചെയ്തു. അതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ തലവേദന കണ്ടൊക്കെ സംഭവിച്ചു. എന്തായാലും എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു ഇവരോടുള്ള ഒരു ബോണ്ടിങ് ഒക്കെ? ഞങ്ങളിപ്പോ സ്റ്റാർട്ടിങ് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അതിന് ഒരു 1 വീക്കോളം ഉണ്ടായിരുന്നു അല്ലേ? 2 വീക്സ് ഓക്കെ, അറൗണ്ട് 10 days 10 ഡേയ്സോളം വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്തൊക്കെ ഞങ്ങൾ ഒന്നിച്ചാണ് പലതരം ഇപ്പം ദേവേന്ദ്രനാഥ് തിയേറ്റർ പ്രാക്ടീഷണർ, ഹീസ് ആൻ ആക്ടിങ് ട്രെയിനർ. അപ്പോൾ ദേവേട്ടനാണ് ഞങ്ങൾക്ക് വർക്ക്ഷോപ്പ് എടുത്തത്. സോ അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ വി ബോണ്ടഡ് പ്രിറ്റി വെൽ. ആൻഡ് ഞങ്ങളെപ്പോഴും മറ്റേ ഒരു വണ്ടിയിൽ എല്ലായിടത്തും കൊണ്ടുപോകും, ഒരു വണ്ടിയിൽ തിരിച്ചു കൊണ്ടുവരുള്ളൂ അല്ലേ? സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു അവിടെ. ഞങ്ങൾ സെപ്പറേറ്റ് വണ്ടികളിലൊന്നും കയറ്റരുത്, 6 പേരും എപ്പോഴും ഒന്നിച്ചുണ്ടാവണം. ആൻഡ് അപ്പം ഈ വർക്ക്ഷോപ്പിൻ്റെ ഇടയിൽ തന്നെ പല പല സീക്വൻസുകൾ ചെയ്യുമ്പോഴും വി ഗെറ്റ് ഇൻ ടു ലൈക്ക് പല പല ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഈവൻ വർക്ക്ഷോപ്പിൻ്റെ ഇടയിൽ ലാസ്റ്റ് ഐ തിങ്ക് ഒരു ട്രഷർ ഹണ്ട് എക്സസൈസ് ഉണ്ടായിരുന്നു. ഞങ്ങളതുപോലെ 3 പേര് ഡിവൈഡ് ചെയ്തിട്ടൊരു ട്രഷർ ഹണ്ട് ആയിട്ടൊക്കെ ചെയ്തു. എൻ്റെ ടീം ജയിച്ചായിരുന്നു. എനിക്ക് ടീമിൽ ആരൊക്കെ ഉണ്ടെന്ന് ഓർമ്മയില്ല. എൻ്റെ ടീം ജയിച്ചായിരുന്നു. നീ ഉണ്ടായിരുന്നല്ലേ മാഷോ? അപ്പോൾ ഈ ഒരു ഇതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബോണ്ടായി. പിന്നെ എല്ലാവരും ആക്ച്വലി ഒറ്റ എയിമോടെയാണല്ലോ ഈ പടത്തിൽ നിൽക്കുന്നത്. നല്ലൊരു വർക്ക് പുറത്തേക്ക് കൊടുക്കുക, നല്ലൊരു ഔട്ട് കൊടുക്കുക എന്നുള്ള ഒരു എയിമാണ് ഈ 6 പേർക്കും എല്ലാവർക്കും ഉള്ളത്. പക്ഷെ ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ഈ 6 പേർക്കും ഒരു എയിമാണുള്ളത്. ആൻഡ് ഈ വർക്ക്ഷോപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ഓക്കെ ഒരു ആക്ടർക്ക് ചിലപ്പോൾ ഈ ഏരിയയിൽ ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. സോ നമുക്ക് എങ്ങനെ അയാളെ സപ്പോർട്ട് ചെയ്ത് അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം ഞങ്ങൾക്ക് പരസ്പരം വളരെ നന്നായി മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര എളുപ്പമായിരുന്നു ഒന്നിച്ച് വർക്ക് ചെയ്യാനായിട്ട്. ശ്രുതി, ഈ ടൈപ്പ് മൂവി ചെയ്യുന്ന സമയത്ത് പല ആൾക്കാരും ടൈപ്പ് ചെയ്യുന്ന സമയത്ത് പറയാനുള്ളത് ഹൊറർ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ആൾക്കാർ പറയാനുള്ള ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ആരോ എന്തോ ഉണ്ടോന്നോ, അല്ലെങ്കിൽ നമ്മൾ ഈ ഷൂട്ട് കഴിഞ്ഞ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആരെങ്കിലും കണ്ട് പേടിക്കുകയോ അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഫീൽ ഉണ്ടായിരുന്നു? ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെയൊന്നും ഫീൽ ഉണ്ടായില്ല. പക്ഷെ എനിക്ക് പേടിയുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ. റൂമിലേക്ക് പോയിട്ട് പിന്നെ തന്നെ ഉറങ്ങണം. പക്ഷെ ലക്കിലി രാത്രി മുഴുവൻ ഷൂട്ട് ചെയ്തിട്ട് നൈറ്റ് ഷൂട്ട് ആയിരുന്നു. ഡേ സമയത്ത് സൂര്യന് ഉദിച്ചിട്ടുണ്ട്, അപ്പോൾ അത്ര പേടിയുണ്ടായില്ല. പക്ഷെ ശരിക്കും ഡേ സമയത്ത്, കാരണം അവിടെയും നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലൊക്കെ കുറച്ച് സെക്യൂർഡ് ആണ്, അടുത്ത് ആരും ഇല്ല, അതുപോലെ ബീച്ചിലൊക്കെയാണ്. അപ്പോൾ ഒരിക്കൽ റൂമിൽ വന്നാൽ പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങില്ല, എന്ത് കാരണം വെച്ചാൽ. അപ്പോൾ എനിക്ക് ഫസ്റ്റ് പേടിയുണ്ടായി. പക്ഷെ ഷൂട്ടിൽ വി ഓൾ വർ ഹാവിങ് ലൈക്ക് എ വെരി ഗുഡ് ടൈം. ആൻഡ് ആ ഒരു റിലാക്സേഷൻ ആയ കാരണമാണ് നമ്മൾ ഇമോഷൻസും സിറ്റുവേഷനും പടത്തിന്റെ ഷൂട്ടിന്റെ സമയത്ത് കുറച്ചൊന്ന് റിലാക്സ് ആയ കാരണം നമ്മൾ ഇമോഷൻസ് കൂട്ടി. അങ്ങനെ പേടിച്ച് നിൽക്കുമ്പോൾ നമുക്ക് അഭിനയിക്കണ്ടേ, പക്ഷെ ആ സിറ്റുവേഷൻ വന്നില്ല. സോ അങ്ങനെയല്ല. കളക്ഷനിൽ ലാസ്റ്റ് ഇയർ if you take the record, Malayalam cinema has done outstandingly well. അപ്പോൾ നമ്മൾ കേരളത്തിൽ പുറത്ത് നിൽക്കുന്നുണ്ട്. we can look back. Kerala and Malayalam cinema is the most dynamic film industry today. Like I remember somebody asked JD, why has he made a film like, why did he, as a Bombay production house,
പുള്ളി എന്തിനാ നാട്ടിൽ വന്ന് ഒരു മലയാള സിനിമ ചെയ്തു? The answer to that is very, very interesting. He said, no, I see the best of technicians working in Bombay and Indian cinema are Malayalis, most of them. And, world standard content is coming from Malayalam cinema. So I want to do a film. I want to make a film. This is the best place to make a film. As Malayalis, our collective responsibility is that when somebody like him, കേരളത്തിന് പുറത്ത് ഇവിടെ വന്ന് നമ്മുടെ ലാംഗ്വേജ് സിനിമ എടുക്കുമ്പോൾ become our collective responsibility to make that film a success. And I think to make our film a success is our collective responsibility. മലയാളത്തിൽ ഒരു സിനിമ ചെയ്തിട്ട് ഇനിയും എങ്ങനെയുണ്ട്, ഇവിടെയുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു, അതുപോലെ ഇനിയും ഒരു മലയാള സിനിമ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോ, മലയാളത്തിൽ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ? I think my experience has been fantastic. And like what Vasiswar said, the best part was the professionalism and the quality of work which came out of it, and that you all see. And at Orbit Studios, our vision when we started off, this is our debut film on the studio side, was that we want to make a film which can travel the globe. And this film has traveled the globe and won awards across all big continents. That we were able to achieve here. My next project, I think this was also a sizable project in terms of budget which was allocated on the film. We are looking forward to crossing 100 crore barrier, if I have to say that. We are ready to make more films here. We want to make bigger films here. I think, like what Rasul said, I think audiences will love Vadakan. The Vadakan 2 will come, and that will be a bigger, grander one. And there will be more to come. That's what we are thinking at the studio end. I think JD has bigger plans. JD has bigger plans for Malayalam cinema. He is coming in a big way. This is just the beginning, baby step. Please encourage him. Go buy tickets. He'll watch the theaters. കനീസ് എങ്ങനെയുണ്ടായിരുന്നു യാത്രയിലെ അനുഭവങ്ങളൊക്കെ? വളരെ വിശദമായ ചോദ്യം. അല്ല, ഇതിന്റെ മാക്സിമം ഷൂട്ട് രാത്രിയിലായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പൊ നേരത്തെ ആര്യം പറഞ്ഞ പോലെ നമുക്ക് തന്നിരുന്ന ടോർച്ചിലെല്ലാം ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കത് അറിയില്ലായിരുന്നു ആദ്യത്തെ ദിവസങ്ങളിലെല്ലാം. നമ്മൾ ടോർച്ച് കൊണ്ടുപോകുന്ന സ്ഥലത്തൊക്കെ ക്യാമറ ആക്ച്വലി അതെല്ലാം കാണുന്നുണ്ട്. നമ്മളൊന്ന് താഴെ വീണ് കഴിഞ്ഞാല് നമ്മുടെ കേക്കു നഖാര, നമ്മുടെ DOP പുള്ളിക്കാരി പറയും നമ്മൾ താഴെ വീഴുമ്പോൾ പോലും ഈ ടോർച്ച് ലൈറ്റ് നമുക്ക് നമ്മുടെ മുഖത്തേക്ക് തിരിച്ചു വെക്കണം, എന്നാലേ ക്യാമറയിൽ നമ്മൾ താഴെ വീഴുന്നത് പതിയത്തുള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആക്ച്വലി ആസ് എൻ ആക്ടർ നമ്മൾ ക്യാമറമാനായിട്ടും കൂടി മാറുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഈ രാത്രി ഷൂട്ട് ചെയ്യുന്ന കാര്യം ചോദിച്ചപ്പോൾ അതാണ് ഓർമ്മ വരുന്നത്. കാരണം എവിടെയാണ് ക്യാമറ വെച്ചിരിക്കുന്നത് പോലും നമുക്കറിയില്ല. ചില മരത്തിന്റെ മുകളിലും പിന്നെ വേറെ ഏതൊക്കെയോ കോർണറിലും ഒക്കെയാണ് ക്യാമറ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് ആസ് എൻ ആക്ടർ നമ്മളെപ്പോഴും ഒരു ക്യാമറയ്ക്കാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. യു ആർ റിയാക്ടിങ് ടു എ ക്യാമറ, യു വാണ്ട് ടു ബി ക്യാമറ ഫേവറിങ്, അതൊന്നും ഇല്ല ഇവിടെ. നിങ്ങൾ ആ സിറ്റുവേഷനിൽ എങ്ങനെ റിയാക്ട് ചെയ്യുമോ അത് റിയാക്ട് ചെയ്തോളൂ, ഞങ്ങൾ പിടിച്ചോളാം എവിടെന്നെങ്കിലും എന്നുള്ള രീതിയിലാണ്. അപ്പൊ അതുകൊണ്ട് ആസ് എൻ ആക്ടർ ഇറ്റ് വാസ് എ വെരി ന്യൂ എക്സ്പീരിയൻസ്. രാത്രി ഷൂട്ടിന്റെ കാര്യം ചോദിച്ചുകൊണ്ട് പറഞ്ഞത് നിങ്ങൾ പടം കണ്ടില്ലേ? സെൽവയെ പോലെയല്ല, ഇന്ദ്രധനുഷിനെ പോലെയും അല്ല. നാരായണൻ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. നാരായണൻ എന്താ പറയണ്ട, ഒരു ഈ ആവശ്യമില്ലാതെ തന്നേടിയാണെന്ന് കാണിക്കുന്ന അഹങ്കാരിയായിട്ടുള്ള അത്യാവശ്യം കോഴിയായ കണ്ടാരട്ടം കൊടുക്കണം തോന്നുന്ന പോലത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പൊ അത്രയും വെറുപ്പിക്കലാണ് നാരായണൻ. അപ്പൊ അത് അങ്ങനെ തന്നെ ചെയ്യുക എന്നുള്ളതാണ്. സെൽവയെ പോലെ കണ്ടാൽ അയ്യോ എന്ത് നല്ല മനുഷ്യനല്ലേ എന്ന് തോന്നരുത്. അപ്പൊ അത് ഒരു നടനെന്ന നിലയിൽ നമുക്ക് അങ്ങനത്തെ ക്യാരക്ടർ കിട്ടുമ്പോഴേ നമുക്കത് ആ ഒരു അത് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അങ്ങനെ ഓപ്പർച്യൂണിറ്റി കിട്ടണം. അന്ന് സജിദ്ക്കാണ് താങ്ക്സ് പറയുന്നത്. അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി കിട്ടി. അല്ലാതെ നമ്മൾ ടൈപ്പ് കാസ്റ്റ് ആയി പോയി എല്ലാ ക്യാരക്ടറും സെൽവയെ പോലെ എല്ലാ ക്യാരക്ടറും നന്മപരമായിട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് താങ്ക്സ്.